$37 ബില്യൺ, അത്രയധികം പണം. ഇത് മിഡിൽ ഈസ്റ്റിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ആവശ്യത്തോടെ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ്. ഇതാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ UAEയിൽ ഏറ്റവും അധികം ആളുകൾ തേടിയിരുന്ന സ്വകാര്യ IPO. 30 വർഷം മുമ്പ് കേരളത്തിൽ നിന്നെത്തിയ ഒരു യുവാവ് അബുദാബിയിൽ ഒരു ചെറിയ കട തുറന്നു. പേര് യൂസുഫ് അലി. ഇന്ന് ലുലു മിഡിൽ ഈസ്റ്റിൻ്റെ രാജാവാണ്. കാർഫോറിനെയും സ്പിന്നേഴ്സിനെയും ബാക്കിലാക്കി മാർക്കറ്റ് ഷെയർ, റവന്യൂ, സ്റ്റോർ കൗണ്ട് എല്ലാത്തിലും നമ്പർ 1. ലോകമെമ്പാടും 23 രാജ്യങ്ങളിൽ 240-ലധികം സ്റ്റോറുകളുണ്ട്. 65,000-ലധികം ആളുകൾ ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ട്. ദിവസം 16 ലക്ഷത്തോളം കസ്റ്റമേഴ്സിന് സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണമൊന്നുമില്ലാതെ, ബന്ധങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഒരു സാധാരണ യുവാവ് ഇത്തരമൊരു സാമ്രാജ്യം പണിതു? എങ്ങനെ ലുലു $8.4 ബില്യൺ വിലയുള്ള പവർ ഹൗസ് ആയത്? ഈ റെക്കോർഡ് ബ്രേക്കിംഗ് IPO ലുലുവിൻ്റെ ലോകവ്യാപനത്തിന് എന്താണ് സൂചിപ്പിക്കുന്നത്? ലുലുവിൻ്റെ കഥ ആരംഭിക്കുന്നത് യൂസുഫ് അലിയോട് കൂടിയാണ്. 1955-ൽ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. സാധാരണ കുടുംബത്തിൽ വളർന്നു. 15-ാമത്തെ വയസ്സിൽ കോളേജിന് വേണ്ടി ഗുജറാത്തിൽ പോയി ബിസിനസ് പഠിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. 1973-ൽ 18 വയസ്സുള്ള യൂസുഫ് ഇന്ത്യ വിടുന്നു. കപ്പലിൽ കയറിയിട്ടാണ് ദുബായിലേക്ക് പോയത്. അവിടെ നിന്ന് വീണ്ടും 5 മണിക്കൂർ യാത്ര ചെയ്ത് അബുദാബിയിലെത്തി അങ്കിളിൻ്റെ ബിസിനസ്സിൽ ജോലി തുടങ്ങി. യൂസുഫ് അലി കടയുടെ മുകളിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ചൂട് കാരണം ആദ്യം കോൺക്രീറ്റിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുമായിരുന്നു. അന്ന് UAE ഒരു വലിയ സാമ്പത്തിക വളർച്ചയുടെ തുടക്കത്തിലാണ്. ഓയിൽ വ്യവസായത്തിൽ വലിയ വളർച്ച. സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ആവശ്യങ്ങൾ വേഗത്തിൽ ഉയരുന്നു. അപ്പോൾ യൂസുഫ് അലി ഒരു വലിയ അവസരം കണ്ടു. അയാൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. പ്രധാനമായും വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻ സ്വദേശികൾക്ക് അവരുടെ സ്വന്തം നാട്ടിലെ സാധനങ്ങൾ കിട്ടാൻ പറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. 1995-ൽ 34 വയസ്സുള്ള യൂസുഫ് അലി അബുദാബിയിൽ ആദ്യ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. പക്ഷേ ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ് അല്ല. അയാളുടെ പുതിയ ആശയം വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ്. ആ സമയത്ത് ഇത് റയറായിരുന്നു. ലുലുവിൽ കസ്റ്റമേഴ്സിന് ഗ്രോക്കറീസ്, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, സ്വർണം വരെ ഒരൊറ്റ കുടക്കീഴിൽ വാങ്ങാൻ പറ്റും. ആ ഐഡിയ വേഗത്തിൽ വളർന്നു. ചുരുക്കത്തിൽ ലുലു UAEയിലെ എല്ലാവരും അറിയപ്പെടുന്ന പേരായി മാറി. 2000-ന്റെ തുടക്കത്തിൽ ലുലു ഗൾഫ് പ്രദേശങ്ങളിൽ വ്യാപിച്ചു. സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ ഇവിടെയൊക്കെ പുതിയ സ്റ്റോറുകൾ തുടങ്ങി. പക്ഷേ എല്ലാ വിജയവും എളുപ്പത്തിലല്ലായിരുന്നു. ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അന്ന് ഗൾഫ് മാർക്കറ്റിൽ വലിയ ബ്രാൻഡ് ആൾറെഡി റൂൾ ചെയ്തിരുന്നു. കാർഫോർ, സ്പിന്നേഴ്സ് പോലെയുള്ളത്. അവരെ തോൽപ്പിക്കാൻ ലുലു 3 പ്രധാന സ്ട്രാറ്റജീസിൽ ഫോക്കസ് ചെയ്തു. 1. അഫോർഡബിൾ പ്രൈസ്. മറ്റ് ബ്രാൻഡ്സിനേക്കാൾ കുറവ് വിലക്ക് സാധനങ്ങൾ നൽകി. ബഡ്ജറ്റ് നോക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ആകർഷണമായി തോന്നി. 2. ഗ്ലോബൽ സോഴ്സിംഗ്. 22 രാജ്യങ്ങളിൽ സ്വന്തമായി ഓഫീസുകൾ സ്ഥാപിച്ചു. അവിടെ നിന്ന് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫിഷ്, ഗ്രോക്കറി ഇതെല്ലാം ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇടനിലക്കാരെ ഒഴിവാക്കി ചിലവ് കുറച്ചു. 3. കസ്റ്റമർ എക്സ്പീരിയൻസ്. ലുലു ഒരു ഷോപ്പ് മാത്രമല്ല. ലുലു ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എൻ്റർടൈൻമെൻറ്റ് ഹബ്സ് പോലെയാണ്. വിപുലമായ വഴികൾ, നിറഞ്ഞ ഫുഡ് കോർട്സ്, ലൈവ് കുക്കിംഗ് സ്റ്റേഷൻസ്. ഇത് മോർ എൻജോയ്മെൻ്റ് ആണ്. ഈ നീക്കങ്ങൾ കൊണ്ടാണ് ലുലു പോപ്പുലറായി മാറിയത്. പിന്നീട് യൂസുഫ് അലി അതിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. ലുലു ഇനി ചെറിയ ഷോപ്പുകൾ തുറക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. യൂസുഫ് അലി സ്വന്തമായി മാളുകൾ പണിയാൻ തുടങ്ങി. 2013-ൽ കേരളത്തിൽ ആദ്യ ലുലു മാൾ തുറന്നു. അന്ന് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായിരുന്നു. പിന്നീട് മറ്റു നഗരങ്ങളിലും ലുലു മാൾസ് തുറന്നു. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ്, സിനിമ തിയേറ്റേഴ്സ്, അമ്യൂസ്മെൻറ്റ് പാർക്സ് എല്ലാം ഒരുമിച്ച്. ഈ സ്ട്രാറ്റജി കൊണ്ട് ലുലു റീറ്റെയിൽ സ്പേസും കസ്റ്റമർ എക്സ്പീരിയൻസും ഒരുമിച്ച് നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് കാരണം പ്രോഫിറ്റും കൂടി, ബ്രാൻഡിനോടുള്ള ലോയാലിറ്റിയും കൂടി. 2010-കളോടെ ലുലു ഇനി മിഡിൽ ഈസ്റ്റിലെ ബ്രാൻഡ് മാത്രമല്ല, ലുലു ഗ്ലോബൽ ലെവലിലേക്ക് കടന്നിരുന്നു. 2016-ൽ ലുലു മലേഷ്യയിലെത്തി തലസ്ഥാനമായ കോലാലംപൂരിൽ ആദ്യ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. 2021-ൽ ലുലു ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തു. ഈജിപ്തിൽ തന്നെ 7500 കോടിയോളം നിക്ഷേപിച്ച് പുതിയ സ്റ്റോറുകൾ തുറന്നു. ഇതോടൊപ്പം ഇന്തോനേഷ്യയിലും ഫിലിപ്പൈനിലും നിക്ഷേപിച്ചിരുന്നു. ഇങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വലിയ മാർക്കറ്റിലേക്ക് ലുലു ശക്തമായി പ്രവേശിച്ചു. ഇന്ന് 65,000-ലധികം ജീവനക്കാർ ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ട്. ദിവസവും 1.6 മില്യൺ ആളുകൾ ലുലുവിൽ നിന്ന് സാധനം വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ലുലു ലോകത്തിലെ വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ചെയിനുകളിൽ ഒന്നായി മാറി. 2024 നവംബറിൽ ലുലു റീറ്റെയിൽ ഹോൾഡിംഗിൽ ചരിത്രം സൃഷ്ടിച്ചു. അന്ന് UAEയിലെ ഏറ്റവും വലിയ IPO നടത്തി ഏകദേശം 12,800 കോടി നേടി. ആദ്യ ഷെയർ വില 2.4 ദിർഹം, ഏകദേശം 42 രൂപ ആയിരുന്നു. IPO 25 തവണ ഓവർ സബ്സ്ക്രൈബ് ചെയ്തു. ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഏകദേശം 2,75,000 കോടി വരെ ഡിമാൻഡ് ലഭിച്ചു.
ഈ ലിസ്റ്റിംഗ് വഴി ലുലു അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ വ്യാപാരം തുടങ്ങുന്ന 100ാമത്തെ കമ്പനിയായി. അതിൻ്റെ ഉദ്ഘാടനം ഒരു ബെൽ റിംഗിംഗ് സെറാമോണി കൊണ്ട് ആഘോഷിച്ചു. UAEന്റെ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്ററും ലുലുവിൻ്റെ ഫൗണ്ടറായ യൂസുഫ് അലിയും ആ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ ഈ IPO ഇത്ര വലിയ കാര്യമാക്കാൻ എന്താണ് കാരണം? ഒന്നാമത്തെ കാര്യം, വമ്പൻ ഇൻവെസ്റ്റർ ഡിമാൻഡ്. 82,000-ലധികം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്തു. അതിൽ 50,000 പുതിയ ഇൻവെസ്റ്റേഴ്സ് വെറും 16 ദിവസത്തിനുള്ളിൽ രജിസ്റ്ററും ചെയ്തു. 2. സ്ട്രോങ് മാർക്കറ്റ് കോൺഫിഡൻസ്. ലുലുവിൻ്റെ IPO കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ UAEയിലെ ഏറ്റവും ഓവർ സബ്സ്ക്രൈബേഡ് നോൺ ഗവൺമെൻറ് ഓഫറായിരുന്നു. മറ്റൊരു വലിയ കാര്യം, IPO വഴി ലഭിച്ച തുക ഉപയോഗിച്ച് ലുലു അടുത്ത വർഷങ്ങളിൽ 91 പുതിയ സ്റ്റോറുകൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് റീറ്റെയിൽ മേഖലയിലെ ലുലുവിൻ്റെ ശക്തി കൂടുതൽ ഉറപ്പാക്കും. ലുലുവിൻ്റെ റീറ്റെയിൽ CEO സൈഫി ഉർബവാല IPOയെ ഹിസ്റ്റോറിക് മൈൽസ്റ്റോൺ എന്ന് വിശേഷിപ്പിച്ചു. പബ്ലിക്കായി മാറിയിട്ടും ലുലുവിൻ്റെ ലക്ഷ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും റീറ്റെയിൽ എക്സലൻസും തന്നെയാണ്. പുതിയ മൂലധനവും വിപുലമായ നിക്ഷേപ നെറ്റ്വർക്കും ഉള്ളതിനാൽ ലുലു ഇനിയൊരു അന്താരാഷ്ട്ര റീറ്റെയിൽ ശക്തിയായി മാറാൻ തയ്യാറാണ്. ബിസിനസ് കാര്യങ്ങൾക്കപ്പുറം ലുലു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ രംഗത്തും അറിയപ്പെടുന്നു. COVID-19 കാലത്ത് ലുലു മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും $1 മില്യൺ ഭക്ഷണ സാമഗ്രികളും മെഡിക്കൽ ഉപകരണങ്ങളും സംഭാവന ചെയ്തിരുന്നു. കമ്പനി എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ചാരിറ്റി ഇനീഷ്യേറ്റീവുകളും പിന്തുണക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ യൂസുഫ് അലി ഹോസ്പിറ്റലുകളും സ്കൂളുകളും റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ലുലു ഇവിടെ ഒന്നും നിർത്താതെ മുന്നോട്ട് പോവുകയാണ്. ലുലുവിൻ്റെ അടുത്ത സ്റ്റെപ്പ് യൂറോപ്പിൽ വ്യാപനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ പുതിയ സ്റ്റോറുകൾ തുറക്കാൻ പദ്ധതിയുണ്ട്. ഇന്ത്യയിൽ ലുലു ഏകദേശം 1,60,000 കോടി നിക്ഷേപിച്ച് പുതിയ മാൾസ് ആൻഡ് സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുകയാണ്. കൊമേഴ്സ് വളരുന്നതോടുകൂടി ലുലു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് വികസിപ്പിക്കുന്നു. ഹോം ഡെലിവറിയും ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓപ്ഷൻസും ഓഫർ ചെയ്യുന്നുണ്ട്. ആമസോൺ പോലെയുള്ള കമ്പനികളോട് മത്സരിക്കാൻ ലുലു അഡാപ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ സിമ്പിൾ സ്റ്റോർ ഷോപ്പിംഗ് മാത്രമല്ല, ഫോൺ വഴി ഓർഡർ ചെയ്യാം, സെയിം ഡേ ഡെലിവറി ലഭിക്കും, പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിനു പുറമെ ലുലു AI-യും ഡാറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് ആളുകൾ എന്താണ് കൂടുതൽ വാങ്ങുന്നതെന്ന് ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് അവർക്ക് സാധിക്കും പ്രിയപ്പെട്ട സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. പച്ചക്കറിയും ഫ്രൂട്ടുകളും ശരിയായ അളവിൽ ഓർഡർ ചെയ്ത് മാലിന്യം കുറക്കും. റീസ്റ്റോക്കിംഗ് വേഗത്തിലാക്കും. നിങ്ങൾ സ്റ്റോറിൽ പോയാൽ ഷെൽഫുകൾ കാലിയാകാതിരിക്കാനുള്ള ഉറപ്പിന് വേണ്ടി ലുലു പേയ്മെൻറ്റ് നല്ല സുഖകരമാക്കുന്നു. ഇപ്പോൾ ലുലു ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിച്ച് ഫോണിലൂടെ പേ ചെയ്യാം. അതുപോലെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. കാർഡ് സ്വൈപ്പ് ചെയ്യണമെന്നില്ല. ഇതിനൊപ്പം ബൈ നൗ പേ ലേറ്റർ എന്ന ഓപ്ഷനുമുണ്ട്. ഇന്നത്തെ പുതിയ TV അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് എടുക്കാം, ഭൂരിഭാഗവും ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാം. ഈ എല്ലാ അപ്ഗ്രേഡുകളും ഫലം കണ്ടു. 2020-ന് ശേഷം ലുലുവിൻ്റെ ഓൺലൈൻ സെയിൽസ് 3 മടങ്ങായി. കൂടുതൽ ആളുകൾ ഫോണിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുകയും സ്റ്റോറിൽ പോകാതെ ഡെലിവറിയും സ്വീകരിക്കുന്നു. ചില രീതിയിൽ ലുലുവിൻ്റെ വളർച്ച വാൾമാർട്ട് പോലെയാണ്. ചെറിയൊരു സ്റ്റോറായി തുടങ്ങിയ ലുലു സ്മാർട്ട് പ്രൈസിംഗ്, സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ ആൻഡ് കസ്റ്റമർ ഫസ്റ്റ് ആശയങ്ങൾ ഇതെല്ലാം കൊണ്ട് ആഗോള ശക്തിയായി വളർന്നു. ഇപ്പോൾ IPOയോടുകൂടി ലുലു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഘട്ടം ലുലുവിനെ ലോകത്തിലെ തന്നെ വലിയ ശക്തിയാക്കി മാറ്റാൻ സഹായിക്കും. ഇവിടെ വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ IPO ലുലുവിന് ലോകത്തെ നേരിടാനുള്ള ഒരു പുഷ് നൽകുമോ? വാൾമാർട്ട്, കാർഫോർ പോലെയുള്ളവർ റീറ്റെയിൽ വ്യവസായത്തിൽ ശ്രദ്ധേയരാണ്. അപ്പോൾ ലുലുവിന് അത് ചെയ്യാൻ പറ്റുമോ? വാസ്തവത്തിൽ ലുലുവിനെ നേരിടാൻ ലോകം തയ്യാറായിട്ടുണ്ടോ?